ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ കുറെ ലേഡീസ് ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ്, വിഷമമുള്ള ചടങ്ങാണ്. പക്ഷേ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ പലപ്പോഴും ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു ഊറ്റുകുഴിയും പല കുളങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പനിയായിട്ട് ആന്റിബയോട്ടിക്സ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മളിന്ന് ഊറ്റുകുഴിയിൽ ഇതാ കണ്ടോ, എല്ലാവരും ഇതാ ഒന്ന് രണ്ടുപേര് കുളിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ കസിൻസും ഒക്കെ ആയിട്ട് ഇവിടെ കൂട്ടക്കുളിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. എൻ്റെ മാമൻ്റെ മക്കളാണ് ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഊറ്റുകുഴിയിലേക്ക് വരികയാണ് നമ്മളോടൊപ്പം ചേരാനായിട്ട്. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. ചിന്ന ചിന്ന ആസേ ചിറകടിക്കും ആസേ മുത്തു മുത്തു ആസേ മുടിന്തു വൈത്താസേ വെണ്ണിലവ് തൊട്ട് മുത്തമിടാസേ എന്നെ இந்த ഭൂമി சுற்றி வராசே ചിന്ന ചിന്ന ആസേ. അപ്പോൾ ഇത് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞമ്മയുടെ മോളാണ്. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം മാമന്മാരുടെ മക്കളും അവരുടെ മക്കളും ഒക്കെയാണ്. എല്ലാവരും പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഇതെൻ്റെ ലാസ്റ്റ് മാമൻ്റെ വീടാണ്, അവസാനത്തെ മാമൻ്റെ വീടാണ്. എല്ലാവരും ഊണ് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവർ താമര എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. അവർ തന്നെ സംസാരിക്കും, നിങ്ങൾക്ക് കേൾക്കാം. പറയടി, ഇനി എവിടെ പോകണേ നിങ്ങൾ? നീ അങ്ങ് പോണല്ലേ? നമ്മള് വലിയ കുളത്തിൽ താമര എടുക്കാൻ പോകുന്നു. നിങ്ങൾ വലിയ കുളത്തിൽ താമര എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ടീം അംഗങ്ങള് നമ്മളെ വലിയ കുളത്തിൽ താമര എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. ഒരുത്തി ഇവിടെ പമ്മി നിപ്പുണ്ട്. ഇവള് ഇതാ പച്ചയെല്ലാം ഇട്ടുകൊണ്ട് പച്ചക്കളി ഇങ്ങനെ പോവുകയാണ്, തിരിഞ്ഞു പോവുകയാണ്. ഇതാ അവളുടെ പാർട്ട്ണറും ഇവിടെ നിപ്പുണ്ട്. ദാ യാത്രയായി എല്ലാരും. നീ പോണില്ലേ? ഇതാ ഈ വലിയ ആളിനെ ഇവിടെ ഇരുത്തിയിട്ടിരിക്കുക. ആയ്, നീ താമര എടുക്കാൻ പോണില്ലേ? താമര എടുക്കാൻ പോണില്ലേ? പോയിട്ടോ. എല്ലാവരും അങ്ങനെ താമര എടുക്കാനായിട്ട് യാത്രയായി. പിന്നെ ഇത്രേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ പിറ്റേ ദിവസം എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് പാറശാലയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുടെ ക്രെഡിറ്റ് ഗോസ് ടു ചിത്തിരക്കുട്ടിക്കാണ് കേട്ടോ. അത് എൻ്റെ മൂത്ത മാമൻ്റെ മകൾ വാവയുടെ മകളാണ് ചിത്തിര. അപ്പോൾ അടുത്ത വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ എല്ലാം ക്രെഡിറ്റ് ചിത്തിരയ്ക്കാണ്. അപ്പോൾ ഇതിവർ താമര എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇത് വറ്റിപ്പോയ ഒരു കുളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കുളവും കടവും പടവും പിന്നെ എന്താണ് പഴയ തറവാടിൻ്റെ ഓർമ്മകളും പൊളിഞ്ഞ തറവാടിൻ്റെ ഓർമ്മകളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വളരെ ഭംഗിയുള്ള സീനറീസ് ആണെങ്കിലും കുട്ടികൾക്കറിയില്ല അത് ഹൊറിസോണ്ടലിൽ എടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അത് മുഴുവനായും അതിൽ ഒരു 1-2 ഒഴികെ ബാക്കിയെല്ലാം വെർട്ടിക്കലായിപ്പോയി കേട്ടോ. വീഡിയോ അവർക്കറിയില്ല അത് ഫുൾ സ്ക്രീനിൽ വരണമെങ്കിൽ ഹൊറിസോണ്ടൽ വരണം എന്നുള്ള കാര്യം. എനിവേ നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് നോക്കാം. കുട്ടികളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വോയിസ് ഓവർ കൊടുക്കാത്തത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കണ്ടില്ലേ നിങ്ങൾ, ദൂരെ കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ താമര ഇലകൾ പൊങ്ങി നിൽക്കുന്ന കണ്ടോ. പക്ഷേ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ചെളിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരിവിടെ വട്ടക്കാട് തറവാട്ടിലേക്ക് വന്നു. വട്ടക്കാട് തറവാട് എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, താമരയുടെ വിത്ത് കണ്ടോ, അത് പൊട്ടിക്കല്ലേ, പച്ച വിത്താണത്. ദൂരെ ഒത്തിരി താമരയുടെ ഇലയുണ്ട് കേട്ടോ. അവിടെ നിന്നിങ്ങോട്ട് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വട്ടക്കാട് തറവാടാണ് വരുന്നത്.
ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ, അതായത് അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല തലമുറകളുടെ കഥ പറയുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു തറവാട്ടുമുറ്റം എന്ന് തന്നെ പറയാം. ഇപ്പോൾ അത് വിജനമാണ്. എങ്കിലും ആ പഴയ മൺകെട്ട ചുമരുകളും ദ്രവിച്ച ജനലഴികളും ഇന്നും ഒരു പഴയ തലമുറയുടെ സ്പന്ദനം, അതായത് ഓർമ്മകളുടെ സ്പന്ദനം ഉണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക്. ഞാൻ പലവട്ടം ഇവിടെ കയറി ഇറങ്ങിയ വീടുകളാണ്. ഇതിന് ചുറ്റിനുള്ളതെല്ലാം ഇതിൻ്റെ ആ വീട്ടിൻ്റെ കൊട്ടിയമ്പലമാണ് നിങ്ങൾ കണ്ടത്. ആ കൊട്ടിയമ്പലത്തിനകത്തൂടാണ് ഇങ്ങോട്ട് കയറി വരേണ്ടത്. അങ്ങനെയാണ്. അവിടെയൊക്കെ നിറച്ചു ഇപ്പോൾ നെല്ലിക്കയും പിള്ളേർ അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് ആ വീട്ടിനകം കാണുന്നതാണ് കേട്ടോ. എന്താ പറയുക, വല്ലാതെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീർണിച്ച തറവാട് എന്ന് പറയാം നമുക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു, പിൻതലമുറക്കാരെല്ലാം. പക്ഷെ എല്ലാവരും ഓരോ സ്ഥലത്താണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന പഴയകാലത്തിൻ്റെ സുഗന്ധം നമുക്ക് തോന്നും. ഇത് തെക്ക് ഭാഗത്തുള്ള വാതിലെന്നാണ് തോന്നുന്നത്. എനിക്ക് അവിടുത്തെ ഈ ദിക്കുകളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയാണ്. ഇത് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമുക്കിങ്ങനെ കിച്ചണിലേക്ക് പോകാം. ഇത് അവരുടെ അടുക്കളയുടെ ഭാഗമാണ്. അടുക്കളയുടെ ഇപ്പുറത്തായിട്ട് ഒരു വലിയ തേരിയുണ്ട്. ആ തേരിയുടെ മുകളിൽ ഒരു വലിയൊരു മുല്ല ഉണ്ടായിരുന്നു കേട്ടോ. പടർന്ന പന്തലിച്ച മുല്ല ഒരു മാവിൻ്റെ പുറത്തൂടെ പന്തലിച്ച് നിൽക്കുന്നത് നിറച്ചും ഞങ്ങൾ കുഞ്ഞിലെ വരുമ്പോൾ മുല്ലപ്പൂ കിട്ടുമായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ വെള്ളപ്പട്ട് വിരിച്ചതുപോലെയുള്ള അത് അത്രയും ഞാനിങ്ങനെ പറക്കി ചാക്കിൽ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് കുഞ്ഞമ്മ അതെല്ലാം കെട്ടി എനിക്ക് തലയിൽ വെച്ച് തരും. ഡാൻസിന് പോകുമ്പോൾ സൈഡിലൊക്കെ തലമുടിയൊക്കെ കെട്ടി ചുറ്റി ഇങ്ങനെയൊക്കെ വെച്ച് തരുമായിരുന്നു. ഇത് അവരുടെ കൊട്ടിയമ്പലമാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഈ പുല്ല് പിടിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ എന്താ പറയുക, ഇവിടേക്ക് അമ്മമ്മ അവിടെ നെല്ലൊക്കെ ഉണക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊപ്ര ഉണക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് എന്തായിരുന്നു, അവരുടെ തൊഴുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാലം മായ്ക്കാത്ത ഓർമ്മകളുള്ള പഴയ ഒരു തറവാട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മായാത്ത മനോഹരമായ ഓർമ്മകളുടെ ഒരു വീടാണത്. അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങനെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി സന്തോഷം. ഇത് അഞ്ജുവിൻ്റെ മോനാണ്. പിന്നെ ഇത് മുണ്ടച്ചക്കയും ഇത് അപ്പൂപ്പൻ്റെ ഒരു സഹോദരിയുടെ മോൻ്റെ മുണ്ടപ്ലാവാണ്. അതാ കുഞ്ഞമ്മേരെ മോളൊരു ചക്ക അടത്തു, വേറൊരു ചക്ക ചിരിച്ചോണ്ടിരിപ്പുണ്ട് അതിൻ്റെ സ്റ്റെമ്മിൽ. അടുത്ത അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട്, അതായത് നമ്മൾ ജനിച്ച വീട്ടിലോട്ട് പോവുകയാണ്. ഞാനും കുഞ്ഞമ്മേരെ മോളും എല്ലാം ആ വീട്ടിലാണ് ജനിച്ചത്. പിള്ളേർ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ആകെ മൊത്തം ആ സ്ഥലത്തുള്ള മുഖഛായ മാറിയിരിക്കുന്നു. അവിടേക്ക് നിറച്ചും മതിലുകളും കൊച്ചു ഇടവഴികളും എല്ലാമായിട്ട്. ഇല്ല കുറച്ച് ഇവരുടെ വർത്തമാനം കേൾക്കാം നമുക്ക്. കുട്ടികളുടെ ഞാൻ പറഞ്ഞില്ലേ, ഇടവഴികളും സിമന്റ് മതിലുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ പണിതിരിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം തുറന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒരു മതിൽ പോലും ഇല്ല. കോമ്പൗണ്ട് വാളല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാം ഓപ്പൺ സ്ഥലങ്ങളായിരുന്നു.
ഇതൊരു ലോങ് വീഡിയോ ഒക്കെ ഉള്ളതുണ്ടല്ലോ. എന്തായാലും നമ്മളെ ചിത്രക്കുട്ടിയെ സമ്മതിച്ചിരിക്കുന്നു. അവള് തട്ടി വീഴാണ്ട് അവള് വളരെ ഭംഗിയായിട്ട് അവള് വീഡിയോ എടുത്തിരിക്കുന്നു. ഇനി ചിത്രക്കുട്ടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചിത്ര ഇനി ഹൊറിസോണ്ടലേ എടുക്കുകയുള്ളൂ, വെർട്ടിക്കൽ എടുക്കില്ല, എനിക്കറിയാം. അപ്പോൾ ഇവരിപ്പോൾ അപ്പൂപ്പൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ മൊത്തം ആ വീട്ടിൻ്റെ, അതായത് ഒരു തേരിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പം മൊത്തം അവിടുത്തെ മുഖഛായ മാറിയിരിക്കുന്നു ശരിക്കും. ആ തേരിയൊക്കെ ഇപ്പോൾ ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത് കേട്ടോ. അതായത് അമ്മുമ്മയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ, കുളത്തൂർ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ആ മേലെ വെള്ളം എന്ന് പറയും കേട്ടോ. മേലെ വിളയിൽ നിന്ന് ആ തേരി ഇറങ്ങി ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ മനസ്സിൽ ശരിക്കും. ഇതെല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത വീട്ടിലെ കിച്ചന് എണ്ണൻ്റെ വീടോ പൊടിച്ചു ചേച്ചിയുടെ വീടോ അതുപോലെ ഏതൊക്കെയാണെന്നാണ് എൻ്റെ തോന്നൽ. എന്താ ഉള്ളൊരു ഗേറ്റൊക്കെ തുറന്ന് അവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഗേറ്റൊക്കെ തുറന്ന് നമുക്ക് പോവാം ആരെ വീട്ടിൽ വേണമെങ്കിൽ. ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ മാത്രമേ അടി നടക്കുള്ളൂ. ആക്ച്വലി ഇത് ഇവർ നമ്മുടെ തെക്കേ വീട്ടിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയിട്ട് ഇത്രയും ഇങ്ങനെ ഇടുങ്ങിയ ഒരു മതിൽ നമ്മളെ തെക്കേ വീട്ടിലേക്ക് വരാനായിട്ട് വട്ടക്കാട് നിന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് ആക്ച്വലി അവർ തെക്കേ വീടെല്ലാം കഴിഞ്ഞിട്ട് ഏർത്ത് വിളാകത്തിൻ്റെ സൈഡിൽ കൂടെ മക്ക് വിളാകത്തിൻ്റെ സൈഡിൽ കൂടെ എങ്ങാനും വീട്ടിലേക്ക് വരുന്നത് വല്ലതും ആയിരിക്കണം. എനിക്കിനി പോകുമ്പോൾ ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ആക്ച്വലി തെക്കേ വീട്ടിലേക്ക് വരുന്ന ഭാഗം. ഇത് അപ്പൂപ്പൻ്റെ സഹോദരിയുടെ വീടാണെന്നാണ് തോന്നുന്നത്. അവരുടെ കളിയലിൻ്റെ ഭാഗത്താണ് ഈ പിള്ളേർ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ താഴേക്ക് നോക്കുന്നു. ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ ജനിച്ച വീട്ടിലേക്കും കുഞ്ഞമരമോളും എല്ലാം അവിടെ തന്നെയാണ് ജനിച്ചത്. ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോൾ സൈഡിൽ കൂടെ എന്താണോ എന്തോ അവിടെ ചാനൽ പോലെ വരാൻ വേണ്ടിയിട്ടാണോ, വെള്ളം വരുന്ന സ്ഥലമാണോ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ വാഴയ്ക്ക് ഉള്ള കാരണം സൈഡിലിങ്ങനെ അതിന് വേണ്ടിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് തടമെടുത്തിട്ടിരിക്കുന്നതായിരിക്കും. അവിടെ കൂടെ അപ്പോൾ ജലസേചനം ഉണ്ടായിരിക്കും വാഴകൾക്കെല്ലാം. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് പണ്ട് മേലെ വിളയിൽ മാവിൽ നിന്ന് കുഞ്ഞമ്മ ഇങ്ങനെ നെത്തോലി മീൻ റെഡിയാക്കി വെക്കുമ്പോൾ നമ്മൾ വന്ന് ഇതിട്ടിട്ട് കല്ലെടുത്ത് എറിഞ്ഞ് മാങ്ങ വേവിപ്പിച്ചിട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു കുഞ്ഞമ്മയ്ക്ക് നെത്തോലി മീനിലിട്ട് വയ്ക്കാനായിട്ട്. അതാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോവുക, തെക്കേ വീട്ടിലേക്ക് പോവുക. അതെ, ഇതാണ് ആക്ച്വലി നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന സ്ഥലം. ഇങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഏറ്റവും നമ്മളെ എപ്പോഴും ഫെമിലിയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വഴി. ഇങ്ങനെ ഒരു വഴിയുണ്ട്, പക്ഷേ അത് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സൈഡിലിങ്ങനെ മുമ്പ് അപ്പൂപ്പൻ്റെ അസ്ഥിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് കത്തിക്കുന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അത് അങ്ങനെ. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ തെക്കത്, അപ്പൂപ്പൻ്റെ കുടുംബത്തിലെ തെക്കതെന്ന് പറയുന്നത്. അതൊക്കെ അവർ പുനരുദ്ധാരണം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്ഷേത്രം. ക്ഷേത്രം നന്നായിട്ടുണ്ട് ഉണ്ടല്ലേ. മുമ്പൊക്കെ ഒരിക്കലാണ് ഇവിടെ ഇങ്ങനെ നട തുറക്കുന്നതും പിന്നെ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എന്തൊക്കെയോ ഭഗവാന് ഓഫർ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞമ്മയും അമ്മുമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ 2 വീടുകൾ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്നതായിരുന്നു ഞങ്ങൾ ജനിച്ച വീട്. അതിൻ്റെ റൈറ്റ് സൈഡിലെ വീട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ഈ 2 വീടിന് ഇടയ്ക്കായിട്ട് ഒരു നടുമുറ്റമുണ്ട്.
ആ മുറ്റത്തിൽ മഴ വരുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ചും വെള്ളമുണ്ടാക്കി ഞാൻ വിടുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ വെക്കേഷൻ സമയത്ത് എൻ്റെ അനിയന്മാരൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ മാമന്മാർ അവിടെ വാർപ്പുള്ളപ്പോൾ വാർപ്പെടുത്ത് വെച്ചിട്ട് അതിനകത്ത് അവരെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ നീക്കി വിടും. കാരണം നമ്മൾ മുട്ട് വരെ വെള്ളം ഉണ്ടാവുമേ, കണ്ടില്ലേ, കുറച്ച് ഹൈറ്റുണ്ട് അവിടെ, അതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഈ കുട്ടികളിരിക്കുന്ന ആ വീടുണ്ടല്ലോ, അതിന് ഒടമ്പറ എന്ന് പറയും. അതിൻ്റെ ഡോറും അതിനകവും എല്ലാം കംപ്ലീറ്റ് മരം കൊണ്ടുള്ള സംഭവങ്ങളാണ്. അപ്പം അതിനകത്താണ് അമ്മുമ്മ മാങ്ങ പഴുപ്പിക്കാൻ വയ്ക്കുന്നത്, കണ്ടോ, ആഞ്ഞിലി പഴുപ്പിക്കാൻ വയ്ക്കുന്നത്, പിന്നെ ഇത് വരിക്കച്ചക്ക, പിന്നെ നമ്മുടെ ഇതെല്ലാം ധാന്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലവും എല്ലാം കായ്കനികളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം അതായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം നെയ്യപ്പം എല്ലാം ഉണ്ടാക്കി വെക്കുന്ന സ്ഥലം അതായിരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു മാമൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയാണ് ബുക്സൊക്കെ വെച്ച് അതിൻ്റെ വെളിയിൽ ഇങ്ങനെ ഒരു ചെറിയ നല്ല ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ. അങ്ങനെ അവിടെയാണ് മാമൻ പഠിക്കുന്നതൊക്കെ. പിന്നെ ഇത് ഈ വരാന്ത ഇപ്പോൾ ക്ലോസ്ഡ് ആക്കിയിരിക്കുന്ന വരാന്ത കുറച്ചും കൂടെ വീതിയുള്ളതാണ്. അവിടെ പരമ്പിട്ടാണ് നമ്മൾ രാത്രി കിടന്നിറങ്ങുന്നത്. അപ്പോൾ അന്നേരം കുഞ്ഞമ്മ അമ്മയൊക്കെ കഥ പറഞ്ഞു തരും. മാനത്ത് നോക്കി നമ്മളിങ്ങനെ പനയും മാവും എല്ലാം കണ്ട് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്നും പറയണ്ട, ഭയങ്കര ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു കാലമായിരുന്നു. ഇത് അവിടുത്തെ അടുക്കളയാണ്. ഇവിടെ കുഞ്ഞമ്മ രാവിലെ വൈകുന്നേരം എല്ലാം നല്ല ചൂട് മീൻ കറിയെല്ലാം വെച്ച് ഇങ്ങനെ ഉറിയിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്ക് തരികയും ചെയ്യും. അതൊക്കെ ഓർമ്മ വരുന്നു. ഇത് ഹാളിലേക്ക് കയറുന്ന ഒരു ഡോറാണ്. ഇതിനകത്താണ് നമ്മൾ മിക്കവാറൊക്കെ കിടന്ന് ഉറങ്ങുന്നത്, പിന്നെ ഒരുങ്ങുന്നത് ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അതിനകത്തൊക്കെയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ മുറ്റത്ത് നിന്ന് ഇങ്ങനെ താഴോട്ടിറങ്ങാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ താഴോട്ടിറങ്ങുമ്പോഴത്തേക്ക് വയലുകളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു കുഴിയുണ്ട്, അതിനകത്ത് നിറയെ മീനൊക്കെ ഉണ്ട്. ആ വയൽ കഴിഞ്ഞാൽ കിഴേക്കര എന്ന് പറയും. കിഴേക്കരയുടെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ കുന്നരിക്കുളം, ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ വലിയ കുളം, അങ്ങനെയാണ്. പിന്നെ കണ്ടില്ലേ ആ വീട്ടിൻ്റെ ഒരു ഭംഗിയുണ്ടോ, അത് രണ്ടും കൂടെ ഉള്ള. പിന്നെ ഈ പിള്ളേർ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് വരിക്കപ്പിലാവാണ് കേട്ടോ. അപ്പോൾ ഇത് കുളത്തൂരെന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്ക് ആ മരത്തിനെ ഒന്ന് സൂം ചെയ്യാം. പറയുന്നിട്ട് ആരെങ്കിലും ഒന്ന് പറയോ? ഇതാണ് മുടുപ്പര, കുളത്തൂർ മുടുപ്പരയിൽ ദേവിക്ക് പിന്നെ ശില്പം കൊത്താൻ വേണ്ടി എടുത്ത പ്ലാവിൻ്റെ ബാക്കി ഭാഗം. ആ വരിക്കപ്ലാവിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അടർത്തിയെടുത്തിരിക്കുന്ന കണ്ടോ, വെട്ടിയെടുത്തിരിക്കുന്ന അത് കുളത്തൂർ മുടുപ്പരയിൽ മുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മുടിപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് മുടി ഉണ്ടാക്കുന്നത് വരിക്കപ്ലാവ് കൊണ്ടാണ്. മുടി മീൻസ് വിഗ്രഹം ഉണ്ടാക്കുന്നത് പിന്നെ വരിക്കപ്ലാവ് കൊണ്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ക്ഷേത്രത്തിൻ്റെ അത് ഉണ്ടാക്കാനായിട്ട് ലാസ്റ്റ് എടുത്തത് ഈ വരിക്കപ്ലാവിൻ്റെ ആയിരുന്നു അത്രേ, അങ്ങനെയാണ് പറയുന്നത്. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.